മൂന്നാം ഘട്ടത്തിൽ 3 മടങ്ങ് അധ്വാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. പ്രോട്ടേം സ്പീക്കർ പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറി. മുതലപ്പൊഴി വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രകൃതിയുമായി ഇണങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് വി.ഡി. സതീശൻ. സർ, പ്രകൃതിയുമായി ഇഴുകിച്ചേരാത്ത മനുഷ്യനിർമ്മിതികൾ നമ്മുടെ ഭൂപ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും സർവനാശം വരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷയം പൊതുവായ സാമൂഹിക പ്രശ്നമെന്ന് മന്ത്രി സജി ചെറിയാൻ. പൊതുവായി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിന്റെ കാലത്താണ്, ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയന്റെ കാലത്താണ്, പഠനം ആരംഭിച്ചത് നായനാരുടെ കാലത്താണ്. അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതിന്റെ അഭിപ്രായം. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, സഭ വിട്ട് പ്രതിപക്ഷം. ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പഠന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി. പണം വകമാറ്റി ചെലവഴിക്കില്ലെന്നും മന്ത്രി നിയമസഭയിൽ. സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല. കുണ്ടും കുഴിയും നിറഞ്ഞ ചെളിക്കുളമായി കേരളത്തിലെ റോഡുകൾ. ഗ്രാമീണ വഴികളിൽ ഏറെ ദുരിതം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, കുണ്ടുപറമ്പ് തണ്ണീർപന്തൽ റോഡിൽ 1 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ കണ്ട കുഴികളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ്. ഇത് കുഴി നമ്പർ 1. ബാക്കി കുഴികളുടെ എണ്ണം ഞാൻ എടുക്കില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോണം. ജനകീയ പ്രശ്നമേറ്റെടുത്ത കേരള വിഷൻ ന്യൂസ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധത്തിനായവില്ല. കോഴിക്കോട് RDD ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് KSU. T20 ലോകകപ്പിൽ സെമി ഉറപ്പിക്കാൻ ഇന്ത്യ ഇറങ്ങും. എതിരാളികൾ ഓസ്ട്രേലിയ. മത്സരം രാത്രി 8-ന് ഗ്രോസ് ഐലൻഡിൽ.